നമസ്കാരം. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജീവിതത്തിലെ ഒരുപാട് കാലമായി ഒരു ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണോ നിങ്ങൾ? എത്രയൊക്കെ ശ്രമിച്ചിട്ടും എന്തൊക്കെ ചെയ്തിട്ടും ആ ഒരു ആഗ്രഹം സാധിച്ചെടുക്കാൻ അല്ലെങ്കിൽ പൂർത്തീകരിക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ലേ? എങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെയധികം ഉപകാരപ്രദമാകുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തിനായിട്ട് ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നുണ്ട്, എന്നിട്ടും ഒരു തരത്തിലും ആ ഒരു ആഗ്രഹത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് അല്ലെങ്കിൽ നേടിയെടുക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ ഒരു ഈശ്വരാധീന കുറവ് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. നിങ്ങളുടെ ഏതൊരാഗ്രഹവും നേടിയെടുക്കാൻ സഹായിക്കുന്ന ഒരു വഴിപാടിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഈ വഴിപാട് ശരിയായ രീതിയിൽ ശരിയായ ചിട്ടകൾ പാലിച്ചുകൊണ്ട് നടത്താൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഏതൊരാഗ്രഹവും നടത്തിയെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്. പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ട സാഹചര്യവും വരാറുണ്ട്. ഇനി നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ അതിനായിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ 100% ഉറപ്പായിട്ടും വളരെ പെട്ടെന്ന് തന്നെ നടത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ വഴിപാടിനെ കുറിച്ച് പറയാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിച്ച ഫലം നേടിക്കൊടുത്ത ഒരു വഴിപാടാണിത്. ഈ ഒരു വഴിപാട് നിങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഇത് നിങ്ങൾ നടത്തേണ്ടത് നിങ്ങളുടെ വീടിനടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലാണ്. നിങ്ങളുടെ വീടിനടുത്തുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്ന ഏത് ഭദ്രകാളി ക്ഷേത്രത്തിലും നിങ്ങൾക്ക് ഈ ഒരു വഴിപാട് നടത്താവുന്നതാണ്. ഇന്ന ക്ഷേത്രത്തിൽ മാത്രമേ നടത്താവൂ എന്നൊന്നുമില്ല. ഭദ്രകാളി ക്ഷേത്രമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിത് 3 ആഴ്ചകളിൽ ചെയ്യണം. വെള്ളിയാഴ്ച ദിവസമാണ് ഈ ഒരു വഴിപാട് നടത്തേണ്ടത്. 3 വെള്ളിയാഴ്ചകളിൽ അടുപ്പിച്ച് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. എന്നാൽ മാത്രമേ അതിന്റെ പൂർണ്ണ ഫലം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ലോകമാതാവായ ഭദ്രകാളി ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ദേവിക്ക് പുഷ്പാഞ്ജലി അർപ്പിക്കുന്നത് വഴി നമുക്ക് നമ്മുടെ ആഗ്രഹം നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു 3 വെള്ളിയാഴ്ചകളിലാണ് നിങ്ങൾ ഈ വഴിപാടുകൾ നടത്തേണ്ടത്. 3 ആഴ്ചയിലും വേറെ വേറെ വഴിപാടാണ് ചെയ്യേണ്ടത്. ഈ 3 ആഴ്ചയും നിങ്ങൾ ഒരേ ക്ഷേത്രത്തിൽ തന്നെ വഴിപാട് നടത്തിയിരിക്കണം. ഒരാഴ്ച ഒരു ക്ഷേത്രത്തിൽ നടത്തുന്നു, പിറ്റേത്തെ ആഴ്ച വേറൊരു ക്ഷേത്രത്തിൽ നടത്തുന്നു. അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സൗകര്യാർത്ഥം പോകാൻ സാധിക്കുന്ന ക്ഷേത്രം തന്നെ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ 3 ആഴ്ചയും നിങ്ങൾ ഈ വഴിപാട് നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 100% ഉറപ്പായിട്ടും നിങ്ങളുടെ മനസ്സിലെ ആ ഒരു ആഗ്രഹം സാധിച്ചു കിട്ടും. അതുപോലെ തന്നെ ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ 1ാമത്തെ വെള്ളിയാഴ്ച ചെയ്തു, പിന്നെ 2ാമത്തെ വെള്ളിയാഴ്ച സാധിച്ചില്ല, 3ാമത്തെ വെള്ളിയാഴ്ച ചെയ്യുന്നു, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഫലം ലഭിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്ന ആ ഒരു സമയം നിങ്ങളുടെ സൗകര്യം നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ തീരുമാനിക്കുക ഏതാഴ്ച മുതലാണ് തുടങ്ങേണ്ടത് എന്നുള്ളതിനെ കുറിച്ച്. ശേഷം 3 വെള്ളിയാഴ്ചകളിൽ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. നമ്മുടെ ഏതൊരാഗ്രഹത്തിനും തടസ്സങ്ങൾ വരാം അല്ലെ? അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യം ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് 3 വെള്ളിയാഴ്ച തുടർച്ചയായിട്ട് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. തടസ്സങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് നിങ്ങൾ എപ്പോഴാണോ ഇത് പൂർത്തീകരിക്കുന്നത് ആ സമയത്തിനുള്ളിലായിട്ട് തന്നെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീരുകയും ഭദ്രകാളി ദേവി നിങ്ങളുടെ ആ ഒരു ആഗ്രഹം, നിങ്ങൾ ഏതാഗ്രഹമാണോ പ്രാർത്ഥിച്ചത് ആ ഒരു ആഗ്രഹം സാധിച്ചു തരികയും ചെയ്യും. ഇനി നമുക്ക് ഈ ഒരു വഴിപാടിലേക്ക് കടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു പുഷ്പാഞ്ജലിയാണ് നമ്മൾ ദേവിക്ക് സമർപ്പിക്കേണ്ടത്, ദേവിക്ക് വഴിപാടായിട്ട് അർപ്പിക്കേണ്ടത്. ഈ വഴിപാട് രാവിലെ നടത്തുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും കാരണവശാൽ രാവിലെ പോയി ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ അന്വേഷിച്ച് വൈകിട്ട് ചെയ്യാവുന്നതാണ്. കാരണം എല്ലാ ക്ഷേത്രങ്ങളിലും ഈ പറയുന്ന പുഷ്പാഞ്ജലികൾ സന്ധ്യാസമയങ്ങളിൽ നടത്തണം എന്നില്ല. അപ്പൊ അതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം ചെയ്യാനായിട്ട് ശ്രമിക്കുക. സാധിക്കുമെങ്കിൽ രാവിലെ തന്നെ പോയി കഴിഞ്ഞാൽ അത്രയും ഉത്തമമാണ്. ഇനി നമ്മൾ ഈ ഒരു വഴിപാട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു പുഷ്പാഞ്ജലി ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യാനായിട്ട് പോകുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യം, സാധിക്കുമെങ്കിൽ നിങ്ങൾ വ്രതം പിടിച്ചുകൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന വെള്ളിയാഴ്ചയുടെ തലേ ദിവസം, അതായത് ആ ഒരു വ്യാഴാഴ്ച ഒരിക്കൽ എടുക്കുക.
മത്സ്യമാംസാദികളൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കുക. ശേഷം പിറ്റേ ദിവസം, അതായത് വെള്ളിയാഴ്ച രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോവുക. നിങ്ങൾ ജലപാനം പോലും ഇല്ലാതെ പോയി കഴിഞ്ഞാൽ അത്രയും ഉത്തമമാണ്. ഉപവാസം അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്. ക്ഷേത്രത്തിൽ രാവിലെ തന്നെ പോയി കഴിഞ്ഞാൽ രാവിലെ ആ ഒരു പൂജയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് പ്രസാദം വാങ്ങിച്ച് തിരിച്ചു വന്നതിന് ശേഷം നിങ്ങൾക്ക് വ്രതം മുറിക്കാവുന്നതാണ്. പക്ഷെ അന്നേ ദിവസം പൂർണ്ണമായിട്ടും മത്സ്യമാംസാദികൾ ഒഴിവാക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ഒരു രാവിലെ മുതൽ നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി വരുന്ന സമയം വരെ മാത്രം ഉപവാസം ഇരുന്നാൽ മതിയാവും. ഇനി ആദ്യത്തെ വെള്ളിയാഴ്ച നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് ക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ആഗ്രഹം, അത് എന്ത് ആഗ്രഹമാണോ, എന്ത് ആഗ്രഹം നിറവേറ്റാനാണോ നിങ്ങൾ ഈ ഒരു വഴിപാട് നടത്തുന്നത്, ആ ഒരു ആഗ്രഹം പ്രാർത്ഥിച്ച് അമ്മയുടെ അനുഗ്രഹം തേടുക. നല്ലതുപോലെ പ്രാർത്ഥിക്കുക, മനസ്സുരുകി പ്രാർത്ഥിക്കുക. ഭദ്രകാളി അമ്മയോട് പറയുക, ഒരുപാട് നാളായിട്ട് ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ആഗ്രഹമാണ്. ഈ ഒരു ആഗ്രഹം നിറവേറ്റി തന്നാൽ എൻ്റെ ജീവിതത്തിൽ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാവും. അതിനായിട്ട് ദേവിയുടെ, അമ്മയുടെ ഒരു അനുഗ്രഹം ഉണ്ടാവണം. ശേഷം പ്രാർത്ഥിച്ച ശേഷം നിങ്ങൾ ആദ്യത്തെ വെള്ളിയാഴ്ച നടത്തേണ്ട ഒരു പുഷ്പാഞ്ജലി എന്ന് പറയുന്നത് കാളി സൂക്ത പുഷ്പാഞ്ജലിയാണ്. നിങ്ങൾ ക്ഷേത്രത്തിലെ കൗണ്ടറിൽ പോയി കാളി സൂക്ത പുഷ്പാഞ്ജലി ഷീട്ടാക്കി അവിടെ നടത്തുകയാണ് വേണ്ടത്. അന്നേ ദിവസം നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വീട്ടിൽ ചുവന്ന ചെമ്പരത്തിയോ ചുവന്ന തെച്ചിപ്പൂവോ ഉണ്ടെങ്കിൽ അതും കൂടെ ദേവിക്കായിട്ട് കൊണ്ടുപോകാൻ മറക്കരുത്. അത് ദേവിയുടെ മുന്നിൽ സമർപ്പിക്കാവുന്നതാണ്. ശേഷം ഈ ഒരു പുഷ്പാഞ്ജലി നടത്തി അതിന്റെ പ്രസാദം അണിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിലേക്ക് മടങ്ങി വരാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീട്ടിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഉപവാസം അവസാനിപ്പിക്കാം. പക്ഷെ മത്സ്യമാംസാദികൾ ഒന്നും തന്നെ ആ ഒരു ദിവസം കഴിക്കാതിരിക്കണം എന്നുള്ളത് പ്രധാനമാണ്. ഇനി രണ്ടാമത്തെ വെള്ളിയാഴ്ച നിങ്ങൾ നടത്തേണ്ടത് ത്രിശതി അർച്ചന അല്ലെങ്കിൽ ത്രിശതി പുഷ്പാഞ്ജലിയാണ്. ഈ ഒരു പുഷ്പാഞ്ജലി നിങ്ങൾ രണ്ടാമത്തെ ആഴ്ച നടത്താൻ പോകുന്ന സമയത്ത്, രണ്ടാമത്തെ വെള്ളിയാഴ്ച നടത്താൻ പോകുന്ന സമയത്ത് കുറച്ച് നാണയങ്ങൾ കൂടെ കയ്യിൽ കരുതുക. ഓരോ രൂപയുടെ ഒരു 10 കോയിൻ ഉണ്ടായാൽ മതിയാകും. ശേഷം നിങ്ങൾ ക്ഷേത്രത്തിൽ എത്തിയപാടെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു കോയിനുകൾ നിങ്ങൾക്ക് ദേവിയുടെ മുന്നിൽ സമർപ്പിക്കാവുന്നതാണ്. ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കാം, അതല്ല അവിടെ താലം വെച്ചിട്ടുണ്ടെങ്കിൽ അതിലായാലും നിക്ഷേപിക്കാവുന്നതാണ്. ഈ പറഞ്ഞതുപോലെ അവിടെ ഈ ഒരു ത്രിശതി അർച്ചന നടത്തി പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് തിരിച്ചു പോരാം. ഇനി മൂന്നാമത്തെ ആഴ്ച നിങ്ങൾ ചെയ്യേണ്ടത് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയാണ്. ലാസ്റ്റത്തെ ആഴ്ചയാണ്. ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച ശേഷം ഒപ്പം തന്നെ ഒരു കടും പായസം കൂടെ ഷീട്ടാക്കാനായിട്ട് ശ്രമിക്കുക. ഈ 3 കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു വഴിപാട് പൂർണ്ണമായി. ഇനി നിങ്ങൾ ഓരോ തവണയും ഈ ഒരു വഴിപാട് നടത്താനായിട്ട് വെള്ളിയാഴ്ചകളിൽ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ക്ഷേത്രത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ ഭദ്രകാളി സ്തുതി ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. അറിയുന്നവര് അത് ജപിക്കാനായിട്ട് ശ്രമിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ അമ്മയെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ കുറച്ച് സമയം ഇരുന്നാലും മതിയാകും. ഈ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് പേര് പറയുകയുണ്ടായി, നമ്മൾ ഈ ഒരു വഴിപാട് നടത്താൻ തുടങ്ങുന്ന ദിവസം തന്നെ നമ്മൾ ഭദ്രകാളി അമ്മയോട് നമ്മുടെ ആഗ്രഹം പറയും. 1ഓ 2ഓ തവണ ഈ ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോഴേക്കും, അതായത് 1ാമത്തെ വെള്ളിയാഴ്ചയും 2ാമത്തെ വെള്ളിയാഴ്ചയും പുഷ്പാഞ്ജലി നടത്തി കഴിയുമ്പോഴേക്കും നമ്മുടെ ആ ഒരു ആഗ്രഹം നിറവേറാനുള്ള സാധ്യതയുണ്ട്. ചിലര് ആദ്യത്തെ ആഴ്ച ആ ഒരു പുഷ്പാഞ്ജലി നടത്തുന്നതോടെ തന്നെ അവരുടെ ആ ഒരു ആഗ്രഹം പൂർത്തീകരിക്കപ്പെടും. അപ്പൊ എന്താ ചെയ്യാ? ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ അവിടെ വിടും, പിന്നെ മുന്നോട്ടുള്ളത് ചെയ്യില്ല. ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യരുത്. ഇത് നിങ്ങൾക്ക് വലിയ ദോഷം വിളിച്ചു വരുത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം നടന്നാലും നടന്നില്ലെങ്കിലും നിങ്ങൾ ഈ ഒരു 3 വെള്ളിയാഴ്ച തുടർച്ചയായിട്ട് ആ ഒരു കാര്യം പൂർത്തീകരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണിത്. ഇങ്ങനെ ഈ ഒരു 3 ആഴ്ച ചെയ്യാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഒരു കാര്യം പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. ആഗ്രഹം സാധിച്ചതിന് ശേഷം നിങ്ങൾ ഈ ഒരു കാര്യം മറന്നു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒഴിവാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് തിരിച്ചടികൾ നേരിടേണ്ടതായിട്ട് വരും. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം. സ്ത്രീകള് ഈ ഒരു പുഷ്പാഞ്ജലി നടത്താനായിട്ട്, ഈ ഒരു വഴിപാട് നടത്താനായിട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ 2 ആഴ്ച കഴിയുമ്പോഴേക്കും പീരീഡ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരാം. അതൊരിക്കലും ഒരു തെറ്റല്ല. അപ്പോൾ ആ ഒരാഴ്ച നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് അതിന്റെ തൊട്ടടുത്ത ആഴ്ച ചെയ്യാവുന്നതാണ്. അത് ഒരിക്കലും ഒരു മുടക്കമായിട്ട് കാണേണ്ടതില്ല. നിങ്ങൾക്ക് അടുത്ത ആഴ്ച അതിനുശേഷമുള്ള വരുന്ന വെള്ളിയാഴ്ച ചെയ്ത് അത് പൂർത്തിയാക്കാവുന്നതാണ്.
അതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വഴിപാട് നടത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ഏതൊരു ആഗ്രഹവും നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ ഈ ഒരു വഴിപാട് നടത്തിക്കോളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.